ഇരുവരുടെയും പോസ്റ്റ്മോർട്ടത്തിൽ രക്തത്തിൽ നിന്നും വിഷാംശവും കണ്ടെത്തിയിരുന്നു. വാളയാറിൽ 10 വർഷത്തിനുള്ളിൽ ജീവനൊടുക്കിയത് പ്രായപൂർത്തിയാകാത്ത 27 പെൺകുട്ടികൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വാളയാർ പ്രദേശത്ത് മാത്രം പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് CBI. 2012 മുതൽ 22 വരെയുള്ള കാലയളവിൽ വാളയാറിൽ നിന്നും 18 വയസ്സിൽ താഴെ പ്രായമുള്ള 27 പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് വാളയാർ കേസിലെ CBI കുറ്റപത്രത്തെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് CBI ഞെട്ടിക്കുന്ന ഈ കണക്കുകൾ പറയുന്നത്. ഇക്കാലയളവിൽ 305 പോക്സോ കേസുകൾ വാളയാറിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും CBI പറയുന്നു. വാളയാർ പെൺകുട്ടികൾക്ക് സമാനം 1996-ൽ 2 സഹോദരിമാർ അസാധാരണ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ടെന്നും CBI പറയുന്നു. 17ഉം 11ഉം പ്രായമുള്ള സഹോദരിമാരെ 1996 ഫെബ്രുവരി 22-ാം തീയതിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടത്തിൽ രക്തത്തിൽ നിന്നും വിഷാംശവും കണ്ടെത്തിയിരുന്നു. 101 പേജ് വരുന്ന കുറ്റപത്രമാണ് വാളയാർ പെൺകുട്ടികളുടെ കേസിൽ CBI കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. 2010 മുതൽ 2023 വരെയുള്ള കാലയളവിൽ തൂങ്ങി മരിച്ച 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കണക്കും CBI കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമത്തിന്റെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് വാളയാർ കേസന്വേഷണത്തിന്റെ ഭാഗമായ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. വാളയാർ ഭാഗത്തെ നിരവധി ആളുകൾ പാവങ്ങളും നിരക്ഷരരുമാണെന്നും നിയമപരമായ കാര്യങ്ങൾ അവർക്കറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മേഖലയിലെ ഭൂരിപക്ഷം ആളുകളും പാവങ്ങളും നിരക്ഷരരുമാണ്. അവർ കുട്ടികളിൽ വലിയ ശ്രദ്ധ നൽകുന്നില്ല. കുട്ടികൾക്കുള്ള നിയമപരമായ സുരക്ഷ എന്തെന്ന് അവർക്കറിയുകയുമില്ല. നിയമലംഘനത്തിന്റെ പ്രത്യാഘാതങ്ങൾ അറിയില്ല. പ്രായപൂർത്തിയാകാത്ത 1-2 പെൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം 2-2.5 വർഷത്തിന് ശേഷമാണിപ്പോൾ പുറത്തുവരുന്നത്. വാളയാർ കേസിനെ ചൊല്ലിയുള്ള മുറവിളികളാണ് ഏതാനും വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്ന കേസുകൾ പുറത്തുവരാൻ കാരണമായതെന്നും ഈ ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുന്നുണ്ട്.